കോഴിക്കോട് നഗരത്തിലെ പ്രധാന ഗതാഗത മാർഗങ്ങളിലൊന്നായ എടക്കാട് നെല്ലിക്കാപ്പുളി പാലത്തിന് സമീപത്തെ കനാൽ റോഡ് വർഷങ്ങളായി അപകട ഭീഷണിയിൽ തുടരുകയാണ്. കനാലിന്റെ സംരക്ഷണ ഭിത്തികൾ പല ഭാഗങ്ങളിലും തകർന്ന നിലയിലായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP എടക്കാട് പ്രവർത്തകർ. അങ്ങേയറ്റത്തെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന നെല്ലിക്കാമ്പുളി എരഞ്ഞിക്കലേക്കുള്ള കനാൽ റോഡിൻ്റെ ദുരാവസ്ഥ നിരവധി തവണ അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്ന ഈ കനാൽ റോഡിൽ എന്ന് പറഞ്ഞാൽ കനോലി കനാലിന്റെ തീരത്ത് ഒരു സുരക്ഷാ ഭിത്തി പോലുമില്ല. ഒരു സാധാരണക്കാരൻ വാഹനത്തിൽ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിലൂടെ പോകുന്ന ഇവിടെ ഒന്ന് അശ്രദ്ധ വന്നാൽ നേരെ കനോലി കനാലിലേക്കാണ് ഇത് വീണു പോകുന്നത്. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായി. ജില്ലാ കലക്ടറുടെ മുമ്പാകെ, സ്ഥലം MLA മാരുടെ മുമ്പാകെ, മന്ത്രിമാരുടെ മുമ്പാകെ ഇവിടുത്തെ ജനങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും എന്തിനാണ് അധികാരികൾ കാത്തിരിക്കുന്നത്? ഒന്നോ രണ്ടോ പേരുടെ ജീവൻ അപഹരിച്ചിട്ട് മാത്രമേ ഇത് പരിഹരിക്കൂ എന്നുള്ള ഒരു ദുർവാശി ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളിത് കാണണം. ഇത്രയും വലിയ കോർപ്പറേഷന്റെ പരിധിയിലുള്ള നമ്മളൊക്കെ കെട്ടിഘോഷിക്കുന്ന നവീകരണം, ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, കോടികളുടെ പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്ത കനോലി കനാലിന്റെ തീരമാണിത്. ഇങ്ങനെ നൂറുകണക്കിന് മീറ്റർ ദൂരത്ത് സുരക്ഷാ ഭിത്തിയില്ല. ഒരു 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 വലിച്ചു കെട്ടാൻ ഒരു കയറ് പോലും വാങ്ങിക്കൊടുക്കാൻ ഗതികെട്ട ഭരണാധികാരികൾ, MLA, അതേപോലെ തന്നെ കോർപ്പറേഷൻ, അതേപോലെ തന്നെ വാർഡ് കൗൺസിലർ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രതീകാത്മകമായി മനുഷ്യഭിത്തി നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ അനിശ്ചിതകാലമായിട്ട് സമരങ്ങളുമായിട്ട് BJP മുന്നോട്ട് പോകും. കാരണം നിങ്ങൾക്ക് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ബാധ്യതപ്പെട്ട ആ ചുമതല നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നിർവഹിപ്പിക്കാൻ സാധിക്കുന്ന നല്ല ആൺകുട്ടികൾ, നല്ല സമരമുഖത്ത് നിൽക്കുന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു അന്ത്യശാസനം കൂടി ഞങ്ങൾ തരികയാണ്. നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ വെച്ച് ഇനിയും പന്താടരുത്. ഈ കനാൽ റോഡിന്റെ, എരഞ്ഞിക്കലിലേക്കുള്ള ഈ കനാൽ റോഡിന്റെ സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം അടിയന്തരമായിട്ട് അത് നടത്തണം. അല്ലാത്ത പക്ഷം രണ്ടും കൽപ്പിച്ചിട്ടുള്ള പ്രക്ഷോഭത്തിന് BJP മുന്നിട്ടിറങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇവിടുത്തെ MLAക്ക്, ഇവിടുത്തെ കോർപ്പറേഷൻ മേയർക്ക്, സംസ്ഥാന ഗവൺമെന്റിന് എല്ലാവർക്കും BJP ആ മുന്നറിയിപ്പ് ഞങ്ങൾ തരികയാണ്. നമുക്കറിയാം, നമ്മളെ ഈ കുണ്ടുപറമ്പ് ഭാഗത്ത് നമ്മളെ എരഞ്ഞിക്കലിലേക്ക് പോകുന്ന ഈ നെല്ലിക്കാപ്പുളി പാലം, അതിനോട് അനുബന്ധമായിട്ട് കിടക്കുന്ന നമ്മുടെ കനാലിന്റെ അവസ്ഥ. കാരണം വർഷങ്ങളായി ഈ കനാലിന്റെ ഭിത്തികൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏകദേശം ഇതുവരെയായിട്ടും ഇവിടുത്തെ ഭരണകൂടം, ഇതിനു മുമ്പ് ഭരിച്ചിട്ടുള്ള ഭരണകൂടമാണെങ്കിലും ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടമാണെങ്കിലും ഈ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ നടപടികളും എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഇതിനു മുമ്പേ നിങ്ങൾക്കറിയാം, കനോലി കനാലിലേക്ക് ഒരു വാഹനം മറിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടമുണ്ടായ ഒരു സ്ഥലമാണ്. അതിനുശേഷം നിരവധി സ്കൂൾ ബസ്സുകളാണ് സ്കൂൾ സമയങ്ങളിൽ ഇത് കൂടെ പാസ് ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ നിരവധി കുട്ടികളെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ കുടുംബങ്ങളായിട്ടും ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് നമ്മുടെ ഈ റോഡ്. ഇതിലെ ഈ ഒരു അവസ്ഥ മാറ്റാൻ ഭരണകൂടം തയ്യാറായിട്ടില്ലെങ്കിൽ ശക്തമായുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. എടക്കാട് നെല്ലിക്കാപ്പുളി പാലത്തിന്റെ മുകളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെച്ച ഒരു ബോർഡ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കുറേ വർഷങ്ങളായി ആ ബോർഡ് അവിടെയുണ്ട്. അമിത ഭാരം ഏറ്റിയ വാഹനങ്ങൾ കടന്നു പോകരുത്, പാടില്ല എന്നാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇത്രയും കാലമായി ഈ പാലത്തിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി മാറി മാറി ഭരിച്ച ഒരു പാർട്ടികളും ഇന്നുവരെ അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് എടക്കാട് ഏരിയയിലെ BJP വൻ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലം അതിനുള്ള പ്രക്ഷോഭങ്ങളായി മുന്നോട്ട് പോകുന്നതായിരിക്കും. അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതുകൊണ്ട് മാത്രം ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരും ആശ്രയിക്കുന്ന ഈ റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു അപകടം സംഭവിച്ച ശേഷമല്ല,
അതിനു മുമ്പ് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരത്തിലെ തിരക്കേറിയ ഈ റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ എത്രയും വേഗം ഇടപെടുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം.